തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായക തെളിവെടുപ്പ് തുടങ്ങി. പ്രതി അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ ചുള്ളാളത്തെ വീട്ടിലാണ് തെളിവെടുപ്പ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നിർണായകമായ തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? അർജിത്ത്, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തിയത് പാങ്ങോട് സൽമാ ബീവി, അതായത് അഫാന്റെ പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു. അതിനുശേഷം മറ്റ് 4 കൊലപാതക കേസുകളിൽ ഇന്നലെയാണ് പോലീസിന് അഫാനെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ ചുള്ളാളത്തെ കൊലപാതകം, പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചുള്ളാളത്തെ കൊലപാതകം നടന്ന വീട്ടിൽ അഫാനുമായി തെളിവെടുപ്പ് നടക്കുന്നത്. കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടപടികൾ നടത്തുക. ഇവിടെ ഏറ്റവും പ്രധാനമായും പക്ഷേ ഈ കൂട്ടക്കൊലപാതക കേസുകളിൽ പോലീസിന് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ കഴിയാത്തൊരു കേസ് ഇതാണ്. ഇവിടുത്തെ തെളിവ് ശേഖരണം നിർണായകമായി മാറുകയും ചെയ്യും. അതായത് സൽമാ ബീവിയും അതേപോലെ തന്നെ മാതാവ് ഷെമിയെ ആക്രമിച്ച് സൽമാ ബീവിയെ കൊലപ്പെടുത്തി അതിനുശേഷം അഫാൻ വരുന്നത് ചുള്ളാളത്തെ ഈ വീട്ടിലേക്കാണ്. ഈ എന്തുകൊണ്ടാണ് ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നുള്ളതിൽ പോലീസിന് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അത് പലതവണ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫ് സഹായിച്ചിരുന്നില്ല. അതുമാത്രവുമല്ല, മുൻപ് കടം കൊടുത്തിരുന്ന പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലത്തീഫ് തിരികെ ചോദിച്ചതിൽ അഫാന് വൈരാഗ്യമുണ്ടായിരുന്നു. ഈ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സ്ഥിരീകരണം. മാത്രമല്ല, മുൻപ് അഫാനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ ലത്തീഫിനോടുള്ള അഫാന്റെ വൈരാഗ്യത്തിന്റെ കാരണം അത് തെളിയിക്കുന്ന ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ യാത്രയിൽ, ചുള്ളാളത്തേക്കുള്ള യാത്രയിൽ ഒരു സ്ഥലത്ത്, നാഗരികാവ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് സിഗരറ്റ് ഉൾപ്പെടെ വാങ്ങിയിരുന്നു. ആ സിഗരറ്റ്, അതായത് ഈ ആദ്യം ഭാര്യ ഷാജിദ ഈ ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഷാജിദ ലത്തീഫിനെ ആദ്യം ആക്രമിക്കുന്നു. അവർ ഒറ്റയടിക്ക് ശേഷം ബഹളം കേട്ട് പുറത്തേക്ക് വന്ന ഷാജിദയെ 2 അടി തലയിലടിച്ച്, ചുറ്റിക്കൊണ്ട് 2 അടി തലയിലടിച്ച് അവരെ വീഴ്ത്തുന്നു. ശേഷം ലത്തീഫിനെ 20-ലധികം തവണ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. അത് ഈ അഫാന് ലത്തീഫിനോടുള്ള വൈരാഗ്യത്തിന്റെ കാരണം ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സംഭവത്തിന്റെ, ലത്തീഫിനോടുള്ള വൈരാഗ്യത്തിന്റെ അല്ലെങ്കിൽ പകയുടെ തീവ്രതയായി പോലീസ് കണക്കാക്കുന്നുമുണ്ട്. ലത്തീഫിന്റെ ഫോൺ എവിടെയെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സ്വാഭാവികമായും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ലത്തീഫിന്റെ ഫോൺ അഫാൻ തന്നെ ഇടപെട്ട് ഉപേക്ഷിച്ചു എന്നുള്ള സൂചനയുണ്ട്. അത് വീടിന്റെ പരിസരത്ത് തന്നെയാണ് ഉപേക്ഷിച്ചത് എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ കൂടിയുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെളിവെടുപ്പ് സമയത്തുണ്ടാകും. റിജിത്ത്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടും ലത്തീഫ് സഹായിച്ചില്ല, അതാണ് ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് അഫാന്റെ മൊഴി. ഈ കൊലപാതക പരമ്പരയിലെ ഏറ്റവും ക്രൂരമായി നടപ്പാക്കിയ കൊലപാതകങ്ങളിലൊന്ന് ലത്തീഫിൻ്റേതായിരുന്നു. ഏതാണ്ട് 20-ലധികം തവണ തലക്കടിച്ചു എന്നുള്ളതാണ് അഫാനിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. ലത്തീഫിൻ്റെ ഫോൺ എവിടെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതും പ്രധാനമായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. നിർണായകമായ തെളിവെടുപ്പാണിത്. അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ ചുള്ളാളത്തെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അഫാൻ നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി അത് എത്രത്തോളം അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? അതിൽ വ്യക്തത വരുത്താനുള്ള നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എങ്ങനെയാണ് ഷഫീദ്? റിജിത്ത്, ഇക്കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മോട്ടീവ് സംബന്ധിച്ചിട്ടൊക്കെയുള്ളൊരു വ്യക്തത പോലീസിന് വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് പോലീസിന് കണ്ടെത്തണം. മാത്രവുമല്ല, ഈ ആസൂത്രണത്തിൽ ചില സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകങ്ങൾക്ക് ശേഷം, അതായത് വൈകിട്ട് 5:45 ഈ പേരുമലയിലെ വീട്ടിലെത്തി സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷം അഫാൻ ചില മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അത് ഷെമിയുടെ ഫോണിൽ നിന്നാണ് ആ മെസ്സേജുകൾ അയച്ചത് എന്നുള്ള സൂചന പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തിനായിരുന്നു, ആ ആസൂത്രണം എന്തിനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. നിലവിലിപ്പോൾ ഈ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെളിവെടുപ്പ് അത് ചുള്ളാളത്തെ വീട്ടിലാണെങ്കിൽ പേരുമലയിലെ കേസിൽ, അതായത് സഹോദരൻ അഫ്സാനെയും അതേപോലെ തന്നെ പെൺസുഹൃത്ത് ഫർസാന മാതാവ് ഷെമിയെ ആക്രമിച്ച കേസിൽ, അങ്ങനെ 2 കൊലപാതക കേസിലും ഒരു കൊലപാതക ശ്രമക്കേസിലും ഒരു വധശ്രമ കേസിലും അഫാനെതിരെ വീണ്ടും കേസുകളുണ്ട്. അപ്പോൾ ആ കേസുകളിലും പോലീസിന് വിശദമായ തെളിവെടുപ്പ് നടത്തണം. അത് വെഞ്ഞാറമൂട് പോലീസായിരിക്കും ആ
കേസിൻ്റെ അന്വേഷണം നടത്തുക. അങ്ങനെയാണെങ്കിൽ ഈ ചുള്ളാളത്തെ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അവസാനിച്ചാൽ ഉടൻ തന്നെ വെഞ്ഞാറമൂട് പോലീസ് വീണ്ടും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക ഈ കേസിൻ്റെ നടപടികൾക്കായിരിക്കും. അന്നും വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ പാങ്ങോട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ലഭിച്ചപ്പോഴും അവരും ഈ പേരുമലയിലെ വീട്ടിലെത്തി മോട്ടീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല അന്നാണ് ഈ മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ട് താക്കോല് ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പലതരത്തിലുള്ള മിസ്സിംഗ് ലിങ്കുകളുണ്ട്. ആ മിസ്സിംഗ് ലിങ്കുകൾ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും തെളിവെടുപ്പും തുടരും. ശരി, ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും അന്വേഷണ സംഘത്തിന് വ്യക്തത വരാനുണ്ട്. അതിൽ ഇപ്പോഴുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, അതിന് വ്യക്തത വരുത്തുക, അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പിലേക്ക്, നിർണായകമായ തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. പ്രതി അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ ചുള്ളാളത്തെ വീട്ടിൽ തെളിവെടുപ്പ് തുടരുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.